ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോൺവെൽ പാർക്കിലാണ്. ഒരുപാട് ഏരിയ ഉള്ള ഒരു പാർക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറി ബ്ലോസം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. പിന്നെ ഈ വരുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഫാം ഏരിയ മാതിരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഉള്ളില് പശുവിനെ വളർത്തുന്നുണ്ട്, ആടിനെ കാണാൻ പറ്റി. അപ്പൊ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല രസമുള്ളൊരു പാർക്ക് എന്ന് എനിക്ക് പറയാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊക്കെ ആയിട്ട് കയറി പോവാട്ടോ. വണ്ടി ഉള്ളവർക്ക് വണ്ടി കൊണ്ട് പോകാം. ഉള്ളില് ഞങ്ങള് അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ബൈക്ക് വല്ലപ്പോഴും കാണാൻ പറ്റുന്ന സാധനമുണ്ട്. അതുകൊണ്ടാ ഇവിടെ ഇതാണ് ഇവിടുത്തെ ആടിനെ വളർത്തുന്നതാണിത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആടുകൾ കിടക്കുന്നുണ്ട് ഇവിടെ. അത് അല്ലേ, ചെറിയ കുട്ടികളെ കാണുന്നില്ല. ആട്ടിടേനെ കാണുന്നു. നീ വേണമെങ്കിൽ കയറിക്കൊള്ളില്ലേ, ആടുകളെ കാണുന്നില്ല. അത് തന്നെ. ഇന്ന് ഭയങ്കര റഷാണല്ലോ. ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച ദിവസങ്ങളിലാണോ ശരിക്കും? ഫുൾ ഓഫ് അല്ലേ? സാറ്റർഡേ അല്ലേ ശരിക്കും പറഞ്ഞ ആൾക്കാർ ഇറങ്ങണേ ഇവിടെ. സൺഡേ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കാറോ പതിവ് ആൾക്കാർ അല്ലേ? ഇന്ന് നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് സെന്ററിൽ കൊടുത്തേക്കണ കല്ലുകൾ കണ്ടോ, സ്റ്റോൺസ് ഇങ്ങനെ വെച്ചിട്ടാണ് ശരിക്കും. മീഡിയം എന്ന് പറയാല്ലേ, ഇവിടുത്തെ മീഡിയം. ഇതിന്റെ മുകളിൽ കയറിയാൽ തീർന്നു. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി, അടിപൊളിയല്ലേ? ഈ റൈറ്റ് സൈഡ് ക്രോസ് ചെയ്യാൻ വണ്ടി വന്നു കേട്ടോ, സൂക്ഷിക്കണേ. നമ്മളെ ഇത് ഇവിടെ വരുമ്പോ കണ്ട, ഇവിടെ ഇതിന്റെ മാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇവിടെ ഒരു മറ്റേ നമ്മുടെ ഒരു സ്തൂപമാതിരി ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഡ്രൈവിംഗ് റൂട്ട് ഇത് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. കണ്ട, ഫൈൻഡ് യുവർ വേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയകളെല്ലാം അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതനുസരിച്ചുള്ള മാപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഇവിടെ ഇരിക്കാനുള്ളൊരു അല്ലേ, നല്ല രസമല്ല ഇരിക്കാനുള്ള ഒരു ഏരിയ അവിടത്തേക്കുന്നു. ആ ഒരു സ്തൂപമായിരുത്ത സാധനം അല്ല, അത് ഇതിന്റെ മുകളിലാണ് ഇവിടെ അല്ല, ഇതിന്റെ മുകളിൽ. അതെ അതാണ് കേട്ടോ, ഇതേ സംഭവമാണ്. കണ്ടാ, ആ മാപ്പിൽ കൊടുത്തിരിക്കുന്ന സ്തൂപമായിരുന്ന സാധനം കേട്ടോ. ശരിക്കും പറഞ്ഞ കാണുന്നതാണ് കേട്ടോ. അതാണ് മാപ്പിൽ കണ്ട സ്തൂപം. ഇതാണ് ഇവിടെ ഇതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് കണ്ടാ ആ കാണുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുന്ന് കാണാനൊക്കെ. ഈ നടന്നു പോകുന്ന ഏരിയ അല്ല, നല്ലൊരു രസമുണ്ടല്ലേ, കുറെ ട്രീകളല്ലേ, നല്ല ഭംഗിയാണ്. അതിന്റെ നടുക്കൂടെ നടക്കണം. ഇതാട്ടോ, ഇതൊരു വേ ആണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. അതിന്റെ നടുക്കൂടെ അല്ലെ, രണ്ട് സൈഡിലും ട്രീ അല്ലെ, പിന്നെ നടുക്കൂടെ മറ്റേ നടക്കാനുള്ള വേ, റൈറ്റും ലെഫ്റ്റും വണ്ടി പോകാനുള്ള വേ അല്ലെ. വണ്ടി വരുന്നുണ്ട്. താങ്ക് യു. അവര് ഭയങ്കരമായിട്ട് കണ്ട അത്ര ദൂരെ വണ്ടി നിർത്തി തന്നു കേട്ടോ. നമുക്ക് പശുവിനെ കാണാം. ഇവിടുത്തെ പശുവാണ് അമ്മണി. പേര് കേട്ടോ നീ അമ്മണി. എന്റെ കാതിൽ എന്തൊക്കെ ഉണ്ടല്ലേ, 313 എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഓ, ഇവിടെ അങ്ങേറ്റത്തൊക്കെ പശുവിനെ എടുക്കാം. അപ്പൊ പശുവിനെ വളർത്തുന്ന ഒരു ഏരിയയും കൂടി അല്ലെ, ഫാമാണ് ഇതല്ലേ ജിയോ? ഇതൊരു ഫാം ഇതാണ്. പക്ഷെ ഇതൊരു മെയിൻറ്റെയിൻ ചെയ്ത് ആ പശു നോക്കിയേ, ഇത് വലിയൊരു പശു അല്ല, അത് മൂരിയാണല്ലേ നമ്മുടെ അടുത്ത് പറയണേ. പോത്തല്ല, വലിയൊരു നമ്മുടെ അടുത്ത് നാട്ടിൽ മൂരി എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഇരിക്കുന്ന സാധനം കേട്ടോ. ഭയങ്കര വലിയ നല്ല പശുക്കിടാവ് അല്ലെ. ഈ പോകുന്ന വഴിയാണ്ടോ, എന്ത് രസമാണ് പറയാം. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഏരിയ ആണ് ഇത്. ചുറ്റിനും മരങ്ങളാണ്,
ചുറ്റും മരങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ ആ ഗ്രൗണ്ടിന്റെ തന്നെ ഒരു ഭംഗിയുണ്ട, എന്ത് രസമാന്ന് പറയാൻ കൂടുന്നല്ല. മരം കണ്ട അല്ലേ, നല്ലൊരു ഭംഗിയല്ലേ, അടിപൊളി. നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. അതെ ഓക്കെ ജിയോ, നമ്മളിവിടെ വന്നിട്ട് വെറുതെ ആയില്ല അല്ല, നല്ലൊരു അടിപൊളി ഏരിയ അല്ല, ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, ഒരുപാട് അല്ലെ, ഒരുപാട് ഏക്കർ സ്ഥലമുള്ള മാതിരി അല്ല, വലിയ ഏക്കർ സ്ഥലം ഉണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂസിലാൻഡിലെ ക്ലൈമറ്റിനെ വെച്ച് ഓരോ ക്ലൈമറ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സ്പ്രിങ് സീസൺ ആണ്. സ്പ്രിങ് സീസണിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു സീസൺ ആണ് ഇത്. ഇതുണ്ടോ ഇവിടുന്ന് കാണാൻ പറ്റും, കണ്ടോ ഇത് രസമാണെന്ന് നോക്കി. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ആ കളറിന്റെ ഡിഫറൻസ് കണ്ടോ, ദൂരേക്ക് നോക്കുക കാണും. ഇവിടെ ഒരുപാട് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്, ഒരു 50-55 മീറ്റർ അകലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിരക്കാണ് ജിയോ, നല്ല തിരക്കാ, ഭയങ്കര തിരക്കാണ്. നമുക്കൊരു വീക്ക് ഡേയ്സിൽ ഒരു ദിവസം കൂടെ വരാം. ഇത് ഭയങ്കര തിരക്ക്. ഇന്ന് ഭയങ്കര ജിയോ പറയുകയാണ് വീക്ക് ഡേയ്സിൽ ഒന്നും കൂടെ വരാന്ന്. പക്ഷെ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവില്ല. ഈ സൺഡേയും സാറ്റർഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ്. ഇതുണ്ടോ ചെറിയ ബ്ലോസം ഒരുപാട് ഉണ്ടായി കിടക്കുക, ഇലകളില്ല അല്ലെ, അതാണ് അതിന്റെ പ്രത്യേകത അല്ലെ. ആൾക്കാരെല്ലാം ഫോട്ടോയും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയാട്ടോ വരുന്ന. ഇതാണ് കേട്ടോ ചെറി ബ്ലോസം, അടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞ ഫ്ലവർ. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ. ഇതിൽ ഇലകളൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് കേട്ടത്. ഇതാണ് ചെറിയ ഇതിലല്ലേ, ചെറിയ ഇതിൽ വരെ കഴിക്കല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇതാണ് സംഭവം ചെറി ബ്ലോസം. ഇല കാണുന്നത് ഇതാണ് ശരിക്കും അതിന്റെ ഇല കേട്ടോ. ഇത്രേ ഉള്ളൂ, അങ്ങനെ കാണാനൊന്നും പറ്റില്ല, നിറച്ച് ഫ്ലവർ ഉണ്ടായി കാണും. ഇതാണ് അതിന്റെ ഇല കേട്ടോ. ഭയങ്കര ക്രൗഡാണ് കേട്ടോ. അത് കാരണം നമുക്ക് അത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജിയോ മാറിയിരിക്കുന്നത് കാരണം ഭയങ്കര അല്ലെ, ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ടല്ലേ നമുക്കൊരു ഫീൽ കിട്ടണല്ലോ അല്ലെ. എന്തായാലും ഇതാണ് കേട്ടോ ചെറി ബ്ലോസം എന്ന് പറഞ്ഞ സാധനം. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്ന സംഭവം. നമ്മുടെ നാട്ടിൽ ഇത്ര ആൾക്കാരെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വേസ്റ്റ് ഉണ്ടാവും. വേസ്റ്റോ പൊടിയോ അത് ശരിയാണോ, ആ സംഭവങ്ങളൊന്നും ഒരു കാര്യങ്ങളും ഇട്ടിട്ടുള്ളവര് എല്ലാരും വന്ന് എൻജോയ് ചെയ്യുന്നു അല്ലെ. അതെ, എൻജോയ് ചെയ്യുന്നു. അതേപോലെ എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് എനിക്ക് തോന്നുന്ന വേറെ സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ ഇത് ചെറി ബ്ലോസം ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലം. ഈ ഹാമിൽട്ടനൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവുന്ന സ്ഥലമായിരിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അല്ലേ ആ ഏരിയയിലേക്കായിരിക്കാം നമുക്ക് കൂടുതൽ ഉള്ളത്. ഭയങ്കര ക്രൗഡാണ്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പോയതാണോ ഇതിലേക്ക് പോയതാണ്, കഴിഞ്ഞതാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ആ സൈഡിലേക്കൊക്കെ ഉണ്ട്. വച്ച് പിടിപ്പിക്കുകയാണ് ഇവിടെ മുഴുവൻ അല്ലെ, വീണ്ടും വീണ്ടും നടുകയാണ് അവരല്ലേ, ഇഷ്ടംപോലെ. അതന്നെ, അതല്ല ചെറിയ ചെടികളിൽ വരെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു. അതാണ് അതിനൊരു സ്മെല്ലും അല്ലെ. ഞാൻ മണത്ത് നോക്കിട്ടോ സംഭവം, സ്മെല്ലൊന്നുമില്ല. മണത്ത് നോക്കിയാ ചെയ്യാം, സ്മെല്ല് ഇല്ല മൂക്കടഞ്ഞിരിക്കുക, എന്നാലും ഇല്ല സ്മെല്ലില്ല അല്ലെ. ഒരു കാണാനുള്ള ഒരു ഭംഗി അത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇവിടെ വന്ന് കണ്ടു, നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവണം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നമുക്കല്ലേ ഒരു ജിയോ നമുക്കൊരു ഇത് കിട്ടണല്ലോ കേട്ടോ. എന്നാ വെച്ച് കഴിഞ്ഞാൽ
കുഴപ്പമില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇത് നിൽക്കണതാണ്, പക്ഷെ ആൾക്കാർ നിറച്ച് കൂടിയൊക്കെയാണ് ഇതിന്റെ ഉള്ളില്. അപ്പൊ ഇന്ന് സൺഡേ ആണ്, സൺഡേ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. മാക്സിമം ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.